ജോയ്. ജോയ് ഹാപ്പിയാണോ? ഹാപ്പി എപ്പോഴും ഹാപ്പിയാ. ഇപ്പോഴും ഹാപ്പിയാ. കാപ്പി കുടിച്ചോ? ഇല്ലേലും സാരിയില്ല. അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് കുഞ്ഞു മുതൽ വലിയ 2000 രൂപയ്ക്ക് താഴെയുള്ള മോതിരങ്ങളാണിത്. വേറെ ആഗ്രഹിക്കുന്ന ഒരു നാടാണ് അയർക്കുന്നം. തോട്, പന്തകം തോട്, പന്നകം തോട്. അവിടെ അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അയർക്കുന്നത്തിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. എപ്പിസോഡ് 1. ഈ അയർക്കുന്നം എന്ന് പറഞ്ഞ മനോഹരമായ ഈ സ്ഥലത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നിങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ യാത്ര മാത്രമല്ല, കുസൃതി ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയർക്കുന്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഷോപ്പുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമാവും. പിന്നെ കുസൃതി ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതിന് സമ്മാനങ്ങളുമുണ്ട്. ഈ പ്രാവശ്യം സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നത്തുള്ള സിദ്ദീസ് ഗോൾഡാണ്. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾ കേരള ലെവലിൽ നമ്മുടെ സ്വർണം അത് ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതും ആയിക്കോട്ടെ, അത് ഇപ്പോൾ എവിടെയും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിലയിൽ നിങ്ങൾക്ക് എടുത്തു തരുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നം നിങ്ങളെ സഹായിക്കുന്നു. അതും പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി. അതാണ് പ്രധാനം. അതും ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ, അതൊരു 12 വർഷത്തിനിടയ്ക്ക് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കാൻ പറ്റിയത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതും സിദ്ദീസ് ഗോൾഡിന്റെ ഒരു വിജയമാണ്. പിന്നെ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നതുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അയർക്കുന്നതിന്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും കടക്കാൻ പോവുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ, ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. യാത്ര ആരംഭിക്കാം, വാ കൂട്ടുകാരെ. നമ്മൾ ഈ സ്റ്റാൻഡിന്റെ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നല്ല തിരക്കാണ്. നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അകത്തെ കടകളും കാര്യങ്ങളും അവിടുത്തെ തിരക്കും കാണിക്കും. വാ, കണ്ടോ? അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അയർക്കുന്നത്തിലെ 2 ചേട്ടായിമാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം അയർക്കുന്നം എങ്ങനെ ഉണ്ടെന്ന്. നമസ്കാരം. ഓക്കെ. എന്നാ പേര്? എന്റെ പേര് റജി. ചേട്ടൻ. ചേട്ടായോ? ബോബി ചേട്ടായി. ഇവിടെ യൂണിയനിൽ വർക്ക് ചെയ്യും. 26 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. 26 വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ അയർക്കുന്നത്ത് തന്നെയാണ് താമസിക്കുന്നത്? ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ. ജനിച്ചു വളർന്ന എല്ലാ അയർക്കുന്നം. അപ്പൊ ഈ ചേട്ടായിക്കും ഈ 2 ചേട്ടായിമാർക്കും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അയർക്കുന്നതിനെ കുറിച്ച്. 2 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? ഇത്രയും ഞാൻ ജനിച്ചോണ്ട് പറയുന്നല്ലേ, ഇത്ര ഭംഗിയായ ഒരു നാട് വേറെ ഇല്ലെന്ന് എന്റെ ഒരു തീരുമാനം. കാരണം ഇവിടെ പന്നകം തോട് എന്ന് പറഞ്ഞ തോടുണ്ട്. പന്നകം തോട്. അവിടെ നിന്ന് പഠിച്ചവനും ആഹ്വാനായിട്ട് കുളിക്കാൻ ഇറങ്ങിയവനും ഇവിടെ ചെന്നാലും തോക്കുകയില്ല. ഈ പന്നകം തോട് ഇവിടെ അടുത്താണോ? തൊട്ടടുത്ത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. അതെ അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇവിടുത്തെ ഒരു മെമ്പറെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ അയർക്കുന്നത്തിന്റെ സ്വന്തം മെമ്പറെ പരിചയപ്പെടാം. സാറേ നമസ്കാരം. എന്താ സാറിന്റെ പേര്? എന്റെ പേര് ടോമി ചക്കുപാറ. ഇവിടുത്തെ മെമ്പറാണ്. ഇവിടുത്തെ 8ാം വാർഡ് മെമ്പറാണ്. 8ാം വാർഡ് മെമ്പറാണ്. ഓക്കെ. എങ്ങനെയുണ്ട് അയർക്കുന്നം? അയർക്കുന്നം എന്ന് പറയുന്നത് അക്ഷര നഗരിയുടെ അയൽ ഗ്രാമമാണ് അയർക്കുന്നം. അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രൗഢിയും എല്ലാ സാക്ഷരതയും എല്ലാം ഉൾക്കൊണ്ട ഒരു നാടാണ് അയർക്കുന്നം. ആതിഥേയത്വം ആഗ്രഹിക്കുന്ന ഒരു നാടാണ് അയർക്കുന്നം. അതിഥികളെ സൽക്കരിക്കുക, അതിഥികളെ സ്വീകരിക്കുക, ഇതൊക്കെ അയർക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ വന്നപ്പോൾ നിങ്ങളെ ഒരു കട പരിചയപ്പെടുത്താൻ പോവാണ്. കടയല്ല, ഒരു സ്ഥാപനം, ഒരു സ്വർണ്ണാഭരണ കട. ആ കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1958, ഏകദേശം ഒരു 68 വർഷമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു കടയാണ്. നമ്മൾ സ്വർണം മേടിക്കാൻ പൈസ ഇല്ലല്ലോ, ഒന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കടയാണ്, ഒരു സ്വർണ്ണാഭരണ കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് അയർക്കുന്നം സിറ്റി തന്നെ ഇരിക്കുന്ന ഒരു കടയാണ്. ആ കടയുടെ പേരാണ് കൂട്ടുകൽ ജ്വല്ലറി. കണ്ടോ? നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ടറിയാം. വാ. അപ്പൊ നമ്മളിപ്പോ കൂട്ടുങ്ങൽ ജ്വല്ലറിക്ക് അകത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും സാർ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയണ്ടേ? അപ്പൊ സാറിനോട് ചോദിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് സാറിനെ എന്ത് പരിചയപ്പെടണം, ഇവിടുത്തെ സ്ഥാപനം ഇരുന്നോട്ടെ, ഇവിടുത്തെ സ്ഥാപനം പരിചയപ്പെടണം, ഇവിടുത്തെ കാര്യങ്ങൾ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളല്ലേ ഇവിടെ കൂടുതൽ. അതെ. പ്രേക്ഷകർ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൂട്ടുങ്ങൽ ജ്വല്ലറിയുടെ ഓണർ. എത്ര വർഷമായി സാറേ?
ഞങ്ങൾ 1958 ആരംഭിച്ചു. 68 വർഷമാവും. അത് പാരമ്പര്യമായിട്ട്. അതെ അതെ, അച്ഛൻ അതെ, അതെ. ആരംഭിച്ചു. സാറിന്റെ പേര്? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. നല്ല പേര്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്, ആരാന്നറിയോ? ദിലീപല്ലേ? ദിലീപ്. ദിലീപേട്ടൻ. ഓക്കെ. എന്നിരുന്നാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന്, ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ലൈറ്റ് വെയിറ്റ് കാര്യങ്ങളും ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താവോ? നമുക്കിവിടെ 2000 രൂപയ്ക്ക് കിട്ടുന്ന തരത്തിലുള്ള കുട്ടിമോതിരം മുതൽ, പിന്നെ കമ്മലൊക്കെ ആണെങ്കിൽ 4000 മുതൽ, മാല 1.25 ഗ്രാം മുതലുള്ള മാലകൾ, 2 ഗ്രാമിൻ്റെ നെക്ലേസ്, 2 ഗ്രാമിൻ്റെ താഴെയുള്ള പാദസരങ്ങൾ, വള നമുക്ക് 1/2 ഗ്രാമിൽ താഴെയുള്ള 1/4 ഗ്രാമിന് തൊട്ട് മേളിൽ വരുന്ന വളകൾ തരാൻ പറ്റും. അതുപോലെ തന്നെ 2 ഗ്രാമുള്ള വലിയവർക്കുള്ള വള, ഡയമണ്ടിൻ്റെ നോസ്പിൻ, അത് 18 ക്യാരറ്റിൻ്റെയാണ്. പിന്നെ നമുക്ക് പഴയ സ്വർണം വിൽക്കുന്നതിനും അതുപോലെ തന്നെ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ യാതൊരു വ്യത്യാസവുമില്ല. അന്നത്തെ പത്രവിലയ്ക്ക് തന്നെ ഞങ്ങൾ മാറി 916 അല്ലെങ്കിൽ 916 സ്വർണം തിരിച്ചു കൊടുക്കും. നമുക്ക് 28 കെട്ടിന്റെ സെറ്റ് 4 ഗ്രാം മുതൽ കൊടുക്കാൻ പറ്റും. ഒരു സെറ്റ്, ഒരു കോംബോ. അതിനകത്ത് ഒരു അരഞ്ഞാണം, 2 കാത്തള, ഒരു വള, മോതിരം 4 ഐറ്റം. അത് 4 ഗ്രാം മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 4 ഗ്രാമിന്റെ, 5 ഗ്രാമിന്റെ, 6, 8 അങ്ങനെ വിവിധ നല്ല രീതിയിലുള്ള കൊടുക്കാൻ പറ്റും. താഴോട്ട് വരുമ്പോൾ ഏറ്റവും കുറവായിരിക്കും. നമുക്ക് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുണ്ട്. 500 രൂപയും അതിന്റെ ഗുണിതങ്ങളും അടച്ച് നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം. 30 മാസത്തെ കാലാവധിയാണ്. കാലാവധി പൂർത്തിയാക്കുന്നവർക്ക് 10% ബോണസും കൊടുക്കും. അപ്പൊ കൂട്ടുകാരെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ വൈഫാണ്. ചേച്ചിയുടെ പേര്? ദീപ ഭാസ്കർ. അപ്പൊ ചേച്ചി, നമുക്ക് എവിടുന്ന് ആൾക്കാരെ, പ്രേക്ഷകരെ നമ്മൾ തുടങ്ങുന്നത്? നമുക്ക് കുഞ്ഞു പിള്ളേരുടെ മോതിരത്തിൽ നിന്ന് തുടങ്ങാം. 2000 രൂപയ്ക്ക് താഴെയുള്ള മോതിരങ്ങളാണിത്. അതിൽ അല്പം കൂടെ മേളിലുള്ളത്, തൂക്കം കൂടിയത്. പിന്നെ ലേഡീസിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. ജെന്റ്സിന്റെ കളക്ഷൻസ് ഉണ്ട് വേറെ, ലേഡീസിന്റെ വേറെ കളക്ഷൻസ്. അങ്ങനെ മോതിരത്തിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്ക് ജന്മനക്ഷത്ര കല്ലുകളുണ്ട്. നക്ഷത്രം പറഞ്ഞാൽ നമ്മൾ അതിന് അനുയോജ്യമായ എടുത്ത് നമ്മൾ ചെയ്തു തരും. ഗോൾഡിലും സിൽവറിലും നമ്മൾ ചെയ്തു കൊടുക്കും. ചേച്ചി, അതുപോലെ ഈ ലോക്കറ്റ് അതിന്റെ കളക്ഷൻസ് ശരി, കണ്ടോളൂ. ഇത്ര ഉള്ളോ? വരുന്നു. ആണ്ടേ, ലോഡ് കണക്കിന്. കണ്ടോ ഇഷ്ടംപോലെ ലോക്കറ്റ്. ഇതുപോലെ നമുക്ക് കമ്മലുകൾ. അടിപൊളി. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ചേച്ചി, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞു പിള്ളേർക്കുള്ള ലൈറ്റ് വെയിറ്റ് വളരെ നോക്കൂ. ഇതെല്ലാം ചെറിയ കമ്മലുകളാണ്. അതെ, ഇതൊക്കെ 3/4 ഗ്രാമേ വരൂ. 2 പീസ്. 2 പീസ്, ഒരു പെയർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്വർണം ചേർത്ത കരിമണിമാല ഇവിടെ തന്നെ, അത് എത്ര ഓർഡർ വന്നാലും ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. അതൊരു പോയിന്റ് ആണ്. ഇത് കണ്ടോ, 1 ഗ്രാം തൊട്ടുള്ള ചെറിയ ബ്രേസ്ലെറ്റുകളാണ്. അതുപോലെ തന്നെ ഒരു 1.5 ഗ്രാം തൊട്ടുള്ള ചെറിയ തിൻ മാലകൾ. അതുപോലെ ഒരു 1.5 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ. നമുക്ക് അതിന് മേളിലോട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എത്ര വേണമെങ്കിലും നമുക്കുണ്ട്. അതുപോലെ ഒരു 1.5 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ നെക്ലേസുകൾ. ചേട്ടാ, ഇത് കൊള്ളാലോ. ഇത് നമ്മുടെ ലേഡീസിന്റെ റിങ്സ് അല്ലേ? അതെ, ഇത് നമുക്കൊരു 300 മില്ലി തൊട്ട് മേളിലോട്ട്. 300 മില്ലി തൊട്ട് 300, 400, 500 എത്ര വേണം നമുക്ക് തരാൻ പറ്റും. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വേറെ അങ്ങും വേണ്ട. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇനി വെള്ളിയുടെ കളക്ഷൻസ് കാണാൻ പോവാണ്. ഇത് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഒരു പെങ്ങളുട്ടിയാണ്. പേരെന്നാ? വിദ്യ. ഇത് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും. ഇത് അരിഞ്ഞാണാണ്, സിൽവറിന്റെ അരിഞ്ഞാണം. ഇത് പാസരാണ്. ഇതുണ്ടോ പാസരം? ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇതിനകത്ത് പറയാൻ വേറൊന്നുമല്ല, ഇതിനകത്ത് ഒരു സീലുണ്ട്. KJA കൂട്ടുങ്ങൽ ജ്വല്ലറി അയർക്കുന്നം. അതിന്റെ സീല് മോള് കാണിക്കും, കണ്ടോ. പിന്നെ വന്നിട്ട് കാത്തള, ആമോതിരം. പിന്നെ വെള്ളിയുടെ ഓടക്കുഴൽ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇത് കാത്തളയായിട്ടിടും, കയ്യിലും ഇടാം. സിൽവറിന്റെ തന്നെ മുട്ടിലൊക്കെ. ഇതൊക്കെ കമ്മലുകളാണ്. സാറേ, വെള്ളിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കണ്ടു. സൂപ്പർ ആയിരുന്നു. വെള്ളിയുടെ സ്വർണത്തിന്റെയും വഴിപാട് സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കൂട്ടുങ്ങൽ ജ്വല്ലറിയുടെ സ്വർണ്ണാഭരണ കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു. സന്തോഷമായില്ലേ?
അതായത് അയർക്കുന്നത്ത് നിന്ന് കിടങ്ങൂര് പോകുന്ന ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്വർണ്ണാഭരണ കടയുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നതാണ്. യാത്രകൾ തീരുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ യാത്രയിൽ നമ്മൾ രണ്ട് ചേട്ടായിമാരെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം, അയർക്കുന്നതിനെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി ചേട്ടൻ. ബേബി. ഓക്കെ, രണ്ടുപേരും അയർക്കുന്നക്കാരാണ്. അതെ അതെ അതെ. അയർക്കുന്നതിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? അടിപൊളി സെന്ററാ, ഒരു കുഴപ്പമില്ല. ടൗൺ എല്ലാ കടകളും ഉണ്ട്, ഇഷ്ടംപോലെ വ്യവസായം. ഇലക്ട്രിക് കട 3-4 ഉണ്ട്. എല്ലാം വില കുറഞ്ഞ കടകളാണ്. ബാക്കി മാത്രമില്ല അല്ലേ? അയർക്കുന്നതിന് വിവരം ഇല്ലെന്നാ പുള്ളി പറയുന്നത്. അതിന്റെ ചെറിയൊരു വിഷമം ഒരു കുറവുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും വലിയ ഗ്രാമമായിട്ട് ഒരു വിവറേജിന്റെ കട അയർക്കുന്നത് ഈ നാട്ടുകാരെല്ലാം വണ്ടിക്കൂലി വലിയ പൈസ കൊടുത്ത് ഏറ്റുമാനൂരും പാലായിലും കോട്ടയത്തും ഒക്കെ പോടാ. അപ്പൊ നമുക്ക് വേറൊരു ചേട്ടായി കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേരിനാ? പേര് ജോജോ. ജോജോ. അപ്പം നമ്മുടെ അയർക്കുന്നക്കാരനാണ്. അയർക്കുന്നക്കാർ ഇവിടെ തന്നെയാണ്. അയർക്കുന്നതിനെ കുറിച്ച് എന്തെല്ലാം പറയാനുള്ളത്? ഇവിടെ വഴി എപ്പോഴും ബ്ലോക്ക് ആണ്. അതുപോലെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ല. അതുപോലെ ഇവിടെ വിവരമില്ല. ഉണ്ട്. ഇവിടെ വിവരം മാത്രം ഇല്ല. മേടിക്കാൻ എവിടെ പോകും? മേടിക്കാൻ ഒന്ന് ഏറ്റവും അല്ല പാലായിക്ക് പോകണം, അല്ല കോട്ടയം പോകണം. പള്ളിക്കലോട് പോകത്തില്ലേ? അതുപോലെ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല. പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല, അതാണ് വിഷയം. റോഡിനിടയില്ല. അത്യാവശ്യമുള്ള ഒരു ബിവറേജാ വേണ്ടത്. ജില്ലയിൽ സാരിയില്ല, നമുക്കൊരു ബിവറേജ് അതാണ് നമ്മുടെ ആവശ്യം. പാർക്കിംഗ് ഏരിയ. പൊന്നെ റേഷൻ കടയില്ല, ഇവിടെ ഒരു ബിവറേജ് ആവശ്യം. പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞല്ലേ, അല്ല ബിവറേജ് വേണം, ബൈപ്പാസ് ഇല്ല, ഭയങ്കര തിരക്കാണ്. അപ്പം ചേട്ടായി നമസ്കാരം. എന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ. അപ്പൊ സുരേഷ് ചേട്ടാ, നമ്മുടെ അയർക്കുന്നതിനെ കുറിച്ച്, ഇവിടുത്തെ ആവശ്യങ്ങളെ കാര്യങ്ങൾ, ഇവിടുത്തെ ഈ നാടിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. അയർക്കുന്ന ഞാനൊരു ഡ്രൈവറാണ്. അയർക്കുന്ന ഏറ്റവും വലിയ അത്യാവശ്യം നമ്മളൊരു ബൈപ്പാസ് വേണ്ടാണ്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ അയർക്കുന്നത്. ഉടനെ നടക്കുമോ? ഉടനെ നടക്കുന്ന നടത്തില്ല, ഭരണാർത്ഥങ്ങൾ മാറി വന്നോണ്ടിരിക്കുമല്ലോ, നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളെ പോലെ ജനങ്ങൾ നടത്തിയല്ലേ. ഇത് എത്ര വർഷമായിട്ട് ഈ ബൈപ്പാസിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്? ഇത് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നൊന്നുമില്ല? പ്രതികരിക്കുന്നുണ്ട്. സംഭവം അധികാരികളൊന്നും കണ്ണു തുറക്കുന്നില്ല. അപ്പൊ കൂട്ടുകാർ, നമ്മളിപ്പം അയർക്കുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് നമുക്ക് ഈ കുസൃതി ഒന്ന് ചോദിക്കാം. അത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ സിദ്ധി സ്കൂളിൽ നൽകുന്ന ഒരു കിടുക്കൻ സമ്മാനം നമ്മൾ കൊടുക്കുന്നതാണ്. അമ്മയെ പരിചയപ്പെടാം ആദ്യം. അമ്മ എന്തുവാ പേര്? ജെയ്സി. അയർക്കുന്നക്കാരി തന്നെയാണ്? അല്ല, മറ്റക്കര തൊട്ടടുത്തുണ്ട്. അപ്പൊ ഞങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കാം. അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ കിടുക്കാച്ചിയ സമ്മാനം, അതായത് അയർക്കുന്നം സിദ്ധി സ്കൂളിൽ നൽകുന്ന ഒരു സമ്മാനമാണ്. ചോദിക്കട്ടെ, ആരും ഇഷ്ടപ്പെടാത്ത ഒരു ജയം ഏതാണ്? ആർക്ക് വേണേലും പറയാം. ആരും ഇഷ്ടപ്പെടാത്ത ഒരു ജയം ഏതാണ്? ആർക്ക് വേണേലും പറയാം. കമ്മ്യൂണിസ്റ്റ്. അത് നമ്മുടെ ചേച്ചി പറഞ്ഞ് പോയി. എന്നിരുന്നാലും നമ്മുടെ വേറെ ചേച്ചി ഉണ്ട്. നമുക്ക് ചേച്ചിയോട് ആദ്യം ചേച്ചിയെ പരിചയപ്പെടാം. അതൊക്കെ ആദ്യം പേര് പറ. ബിന്ദു ചേച്ചി, അയർക്കുന്നം സ്വദേശിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ടാണ് കൈപൊക്കി കാണിച്ചത്. അപ്പം ഉത്തരം പറ. ഉറപ്പാണോ? എന്നെ പൊന്നു ബിന്ദു ചേച്ചി, അടിപൊളി. എന്നിരുന്നാലും നമ്മള് വേറെ അമ്മയോട് ചോദിച്ചെങ്കിലും ഉത്തരം വന്നത് വേറെ സൈഡിൽ നിന്നാണ്. ബിന്ദു ചേച്ചിക്ക് നമ്മൾ സിദ്ധി സ്കൂൾ അയർക്കുന്നം നൽകുന്ന ഒരു കിടുക്കാച്ചി സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പം ബിന്ദു ചേച്ചി, നമുക്ക് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നം സിദ്ധി സ്കൂളിലാണ്. നമ്മുടെ സ്വർണം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സ്വർണത്തിന് ഭയങ്കര വില. ഈ സ്വർണം ഏത് ബാങ്കിൽ ഇരിക്കുന്നില്ല, ഓൾ കേരള ലെവലിൽ ഏത് ബാങ്കിൽ പണയം ഇരിക്കുവാണെങ്കിലും അതിപ്പോ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിലയിൽ അത് എടുക്കുവാൻ സിദ്ധി ഗോൾഡ് നമ്മളെ സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി. സമ്മാനം തട്ടെ. ഗോൾഡ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. പിടിച്ചോ ബിന്ദു ചേച്ചി. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൗരീസ് കളക്ഷൻസ്, അതായത് അയർക്കുന്നം മറ്റക്കര റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ ഈ കളക്ഷൻസ് എന്നുള്ള പേര് അന്വർത്ഥമാണ്. കാരണം ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. സ്കൂൾ ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഫുഡ്വെയറുകൾ, ബാഗുകൾ എന്ന് വേണ്ട എന്റെ പൊന്നു നമ്പരാനെ എനിക്കറിയാമല്ലോ അവിടെ എന്നാക്കിയ ഉള്ളത്. ഈ ഗൗരീസ് കളക്ഷൻസിന്റെ അകത്ത് കയറി അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. വാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗൗരീസ് കളക്ഷൻസിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സാരഥിയെ നമുക്ക് ആദ്യം പരിചയപ്പെടുന്നത്. ഇതിന് ഓണർ ദേ നിൽക്കുന്നു. സാറേ നമസ്കാരം. നമസ്കാരം. എന്തുവാ ചേട്ടാ, നല്ല ചിരി കണ്ടില്ലേ? എന്താ ട്യൂബ്ലൈറ്റ് കത്തിച്ച മാതിരി. എന്തുവാ പേര്? സജി. അതുപോലെ സജി ചേട്ടാ, നമ്മുടെ ഈ കട, ഈ ഗൗരീസ് കളക്ഷൻസ് തുടങ്ങിയിട്ട് എത്ര നാളായി? 10 വർഷമായിട്ട് ഈ കട ഉണ്ട്. നമുക്ക് ബ്രാഞ്ചസ് വല്ലതും ഉണ്ടോ വേറെ? ഇല്ല. ഇതന്നെ മതിയല്ലോ, ധാരാളം എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതുകൊണ്ടോ ലേഡീസ് ബാഗിന്റെ
കുറേ വെറൈറ്റി, അതായത് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. അകത്ത് ഇഷ്ടംപോലെ വെറൈറ്റി ഇനിയും കിടപ്പുണ്ട്. അതുപോലെ സ്കൂൾ ബാഗുകൾ കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വിലയും കാര്യങ്ങളൊക്കെ ആവുന്നത്. ഇതൊരു സാധാരണക്കാരുടെ മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരു കടയാണ് ഗൗരീസ് കളക്ഷൻസ്. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഒരുപാട് ഐറ്റംസ്, ഒരു നിര തന്നെ കണ്ടോ, ഇഷ്ടം പോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. ഇത് ഇവിടെ എല്ലാം ബാഗുകളാണ് കേട്ടോ, നിറച്ച് ബാഗുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ്, അത് കുഞ്ഞു മുതൽ വലിയ കണ്ടോ, ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഒരു ഇതേ രൂപങ്ങളുണ്ട്. മാതാവിന്റെ രൂപമുണ്ട്, തിരുക്കുടുംബമുണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് കുഞ്ഞ് സജേട്ടാ ഒന്ന് എടുത്ത് കാണിക്കട്ടെ. കണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ കണ്ടോ, കുഞ്ഞ് ഇത് പല വലുപ്പത്തിലുണ്ട്. ഇത് കണ്ടോ പ്രേക്ഷകരെ, ഒരുപാട് ഫ്രെയിം ചെയ്ത ഫോട്ടോസ് ഉണ്ട്. ഗുരുദേവന്റെ ഫോട്ടോ കണ്ടോ, ഇത് ഈ വലുപ്പത്തിലല്ല, നമ്മൾ പറയുന്ന വലുപ്പത്തിൽ ഇവിടെ ചെയ്തു തരും. അതുപോലെ ഇതേ കണ്ടോ, ഇനിയുണ്ട് കണ്ടോ. ഇതെല്ലാം പറയുന്ന വലുപ്പത്തിൽ സജിച്ചാട്ടൻ നമുക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും. ഏത് ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ട്രെൻഡി ആയിട്ടുള്ള അതെ കമ്മലിന്റെ ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ അല്ലേ സജിച്ചേട്ടാ? ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇത് കേട്ടോ, കൈച്ചേനാണ്, ഏറ്റവും പുതിയ ട്രെൻഡി ആയിട്ടുള്ള കൈച്ചേനാണ്. പിന്നെ ഇത് ഇപ്പോൾ വന്നതല്ലേ സജിച്ചേട്ടാ? മാലയല്ലേ ഇത്? മാല കണ്ടോ, ട്രെൻഡി ആയിട്ടുള്ള ലവ് ചിഹ്നമൊക്കെ ഉള്ള മാല, ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. ഇത് കേട്ടോ, ഇത് പ്രത്യേകം കണ്ടോ, കമ്മല് ആടേ. അതുപോലെ പല നിറങ്ങളിലുള്ള ക്യൂടെക്സുകളുടെ കണ്ടോ, ഇത് കണ്ടോ. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മുത്തുമാലകൾ, ഫാൻസി മാലകൾ കണ്ടോ, എല്ലാം പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ ക്യൂടെക്സ് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, മാല കണ്ടോ, മോതിരം. പിന്നെ ഇത് കണ്ടില്ലേ, വളകളുടെ ഒരു വെറൈറ്റി സെലക്ഷൻ. പിന്നെ ഇത് കണ്ടോ, കമ്മലുകളുടെ ഒരു പെരുമഴ തന്നെ, ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒക്കെ വലിയ വീതി കൂടിയതും വണ്ണം കൂടിയതും ചെറുതുമായിട്ട് എല്ലാ ടൈപ്പിലുള്ള കമ്മലുകളുണ്ട്. ഇതേ വാച്ചുകൾ, വെറൈറ്റി വാച്ചുകൾ, ട്രെൻഡി ആയിട്ടുള്ള വാച്ചുകൾ അല്ലേ സച്ചേട്ടാ? ഇനി ഒരു വെറൈറ്റി സംഭവം നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ടണ്ടണേ, ഇത് മെറ്റൽ കട്ടിങ് അല്ലേ ചേട്ടാ? ഇത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. കണ്ടോ, വെറൈറ്റി അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിനി ചെരുപ്പിന്റെ സെക്ഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ, ലേഡീസിന്റെ, ജെൻസിന്റെ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ ഇവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, സൗമ്യ ചേച്ചി അല്ലേ? ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടുത്തെ ചെരുപ്പുകളും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അയ്യോ വാ, ഇത് കുട്ടികളുടെ, ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ. ഇവിടെ മുഴുവൻ ലേഡീസിന്റെ സെക്ഷനാ. ഇതൊക്കെ കൊള്ളാലോ. ചേച്ചി ഇവിടെ നിന്നാണ് ചെരുപ്പ് പിടിച്ചേ? ഓക്കെ, ഒരുപാട് ചെരുപ്പിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഏത് ടൈപ്പ് ചെരുപ്പിനാ ചേച്ചി ലേഡീസിന്റെ? ഇതുപോലത്തെ മോഡലുകളും കൊള്ളാലോ. പിന്നെ ഹീലുള്ള ടൈപ്പുകളുണ്ട്. ഇതൊക്കെ കൊള്ളാം കേട്ടോ, ഇതൊക്കെ വെറൈറ്റിയാ. പിന്നെ ക്രോപ്സ് ഐറ്റംസ് ഉണ്ട്. അതിപ്പോ ഒത്തിരി പോകുന്നുണ്ടല്ലേ? ഇത് പിന്നെ റബ്ബർ ചെരുപ്പിന്റെ കുട്ടികളുടെ. കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ ലേഡീസിന്റെ, കിഡ്സിന്റെ ഒക്കെ കണ്ടു. ഇനി ജെൻസിന്റെ ചെരുപ്പിന്റെ സെക്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതെ നോക്കിയേ, ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇതുകൊണ്ട് ചെരുപ്പുകളുടെ സെക്ഷൻ നിങ്ങളെല്ലാം കണ്ടത്. ജെൻസിന്റെ ഇതുകൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ? ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗൗരീസ് കളക്ഷൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ചീപ്പുകളുടെ, അതായത് ലേഡീസിന്റെ ഹെയർ ചീപ്പുകളുടെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഞാൻ കാണിക്കാം. അതുകൊണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളെ ഓടിച്ചിട്ട് കാണിക്കുകയാണ്. ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടണ്ടല്ലോ എന്നോർത്തിട്ടാണ് വളരെ കുറച്ച് കാണിക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, ഒത്തിരി വെറൈറ്റി ചീപ്പുകളുണ്ട്. പിന്നെ സെന്റുകളുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, വെറൈറ്റി പേനകളുടെ ഒരു വലിയ കളക്ഷൻ കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ ഗൗരീസ് കളക്ഷൻസിന്റെ വിശേഷങ്ങളും കാഴ്ചകളും. ഒരുപാട് സന്തോഷം. സജിച്ചേട്ടാ,
ഒത്തിരി താങ്ക്സ് ഉണ്ട് ഈ കട പരിചയപ്പെടുത്തിയത്, നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ഞാൻ എടുത്തു പറയാം. മിതമായ നിരക്കിൽ ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ വിലയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ സതിച്ചേട്ടൻ കൊടുക്കുന്നത്. അപ്പം ഒത്തിരി സന്തോഷം സതിച്ചേട്ടൻ, ഒരുപാട് സന്തോഷം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ അയർക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ പരിചയപ്പെടാം. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മെഡിക്കൽ സ്റ്റോറാണ് അശ്വതി ഡ്രഗ് ഹൗസ്. ഇംഗ്ലീഷ്, ആയുർവേദിക്, വെറ്ററിനറി മരുന്നുകളെല്ലാം ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ 2 ചേച്ചിമാരുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളെ കാര്യം നമുക്ക് ചോദിക്കാം. ചേച്ചിക്ക് നമസ്കാരം. എന്റെ പേര് മിനി. അയർക്കുന്ന കാര്യമാണ്. അതെ. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? കട ഏകദേശം 50 വർഷം. 50 വർഷം കാലഘട്ടമായിട്ട് പാരമ്പര്യമുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ അയർക്കുന്നംകാരെ കുറിച്ചൊന്ന് പറയാമോ? അയർക്കുന്നംകാരാ നല്ല ആൾക്കാരാ, നല്ല സഹകരണമുണ്ട്. മറ്റൊരു ചേച്ചിയുണ്ട്, ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് നീതു. നീതു ചേച്ചി അയർക്കുന്നംകാരിയാണോ? അല്ലല്ല, ഞാൻ മറ്റക്കര. എന്നിരുന്നാലും ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലാകാറായി. 3 കൊല്ലാകാറായി. എങ്ങനെയുണ്ട് അയർക്കുന്നം? അയർക്കുന്നം കൊള്ളാം. നല്ല നാട്ടുകാരാണ്. സഹകരണമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ അയർക്കുന്നത്തെ 50 വർഷത്തെ പാരമ്പര്യമുള്ള അശ്വതി ഡ്രഗ് ഹൗസ് മെഡിക്കൽ സ്റ്റോറിലെ സാറ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ഇവിടുത്തെ വിശേഷങ്ങൾ, കാര്യങ്ങൾ, അയർക്കുന്നത്തെ കുറിച്ച് ചോദിച്ചറിയാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? ഫിലിപ്പ്. അച്ഛാ, 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അത് 59 വയസ്സ്. 59 വയസ്സ്. അപ്പം പാരമ്പര്യമായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്? അല്ല, പാരമ്പര്യമായിട്ടല്ല, ഇത് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് 30 വർഷത്തോളം. ഓക്കെ. എങ്ങനെയുണ്ട് അയർക്കുന്നം? കുഴപ്പമില്ല. അവരെ നല്ല കച്ചവടമൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. അയർക്കുന്നത്തെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. മെഡിക്കൽ ഷോപ്പിൽ ആദ്യത്തെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതായത് മെഡിക്കൽ ഷോപ്പിൽ ആദ്യമായിട്ട് അയർക്കുന്നത് തുടങ്ങിയ മെഡിക്കൽ ഷോപ്പാണ് ഈ അശ്വതി ഡ്രഗ് ഹൗസ്. ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് 30 വർഷത്തെ എൻ്റെ ലൈസൻസോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ ഫാർമസി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ആവറേജ് കുഴപ്പമില്ല. ആദ്യ കാലത്തൊക്കെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൊതുവെ കുറച്ചൊക്കെ ഒരു ശകലം ബിസിനസ്സൊക്കെ ഇച്ചിരി ഡള്ളാണ്. എന്നാലും കുഴപ്പമില്ല. അവിടെ നല്ല കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നു. ചേട്ടയുടെ പേര്? ജോയ്. ഹാപ്പിയാണോ? എപ്പോഴും ഹാപ്പിയാ. കാപ്പി കുടിച്ചോ? ഇവിടെ വന്ന് മരുന്ന് മേടിക്കുന്നത് കണ്ടു. ഇവിടാണ് വരാറ്. ഇവിടെ സ്ഥിരം ഇവിടുത്തെ ആളുകൾ അയർക്കുന്നംകാരാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ അയർക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട്, പിന്നെ ഇവിടുത്തെ ഈ മെഡിക്കൽ സ്റ്റോറിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. എന്നാ സാധനം വേണമെങ്കിലും ഇവിടെ ഒന്ന് ചോദിച്ചാൽ അപ്പം ചേട്ടൻ അന്ന് എടുത്തു തരും. പിന്നെ ഞങ്ങളുടെ അയൽക്കാരനാണ്. അയൽക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ, 50 വർഷം പാരമ്പര്യമുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഈ 50 വർഷം ഈ മെഡിക്കൽ സ്റ്റോർ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത അത്രയും ഉണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഒരു 50 വർഷത്തെ ഒരു മെഡിക്കൽ സ്റ്റോർ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും നമ്മൾ മെഡിക്കൽ സ്റ്റോർ കണ്ടു. അശ്വതി ഡ്രഗ് ഹൗസ് എന്നാണ് മെഡിക്കൽ സ്റ്റോറിന്റെ പേര്. അയർക്കുന്നതിന്റെ പാരമ്പര്യം മുഴുവൻ അറിയാവുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് ഇത്. ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് കാണാം. പായ്പ്രായിൽ ഇലക്ട്രിക്കൽസ്. ഇവിടെ ഒരു ചേട്ടായി നിൽപ്പുണ്ട്. ചേട്ടായുമായിട്ട് നമുക്ക് സംസാരിക്കും. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാം. ചേട്ടാ നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എന്തോ ചേട്ടയുടെ പേര്? എന്റെ പേര് ബിനു തോമസ്. അയർക്കുന്നക്കാരനാണ്. തിരുവഞ്ചിക്കാരനാണ്. അയർക്കുന്ന ബിസിനസ് ചെയ്യുന്നത്. ഞാനിത് പെട്ടെന്ന് വീട്ടുകാർ ഇതൊക്കെ കണ്ടിങ്ങനെ കയറിയതാ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട്. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 12 വർഷമായി. 12 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അപ്പം ബിൻചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ അയർക്കുന്നം? അയർക്കുന്ന നല്ലൊരു ബിസിനസിന്റെ ഉള്ള ഒരു ഏരിയയാണ്. ആളുകളൊക്കെ വളരെ കൂടുതൽ ഇവിടെ ഇറങ്ങുന്ന സ്ഥലം. ഗ്രാമപ്രദേശമായ മറ്റക്കരയിൽ നിന്നും കിടങ്ങൂരിന് ഇപ്പുറം തൊട്ടുള്ള ആളുകളെല്ലാം അയർക്കുന്നതാണ് ഒരു മാർക്കറ്റ്. ഇവിടെ വന്ന എല്ലാ സാധനം ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. എല്ലാ സാധനവും എങ്ങും പോകേണ്ട ആവശ്യമില്ല. യാത്രകളിടയിൽ വേറൊരു ചേട്ടായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. KSFB ഏജന്റാ. KSFB ഏജന്റാണ്. സാർ അയർക്കുന്നക്കാരൻ. എന്തോ പേര്? ജോർജ് കുട്ടി. അപ്പൊ KSFB ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് അയർക്കുന്നതും അയർക്കുന്നത്തെ ജനങ്ങളും? അയർക്കുന്നത്തെ സാധാരണ എല്ലാവരും നല്ല ജനങ്ങളാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാ രീതിയിലും ഇവിടെ കളക്ഷൻ എടുത്തോണ്ട് ഇങ്ങനെ ഓരോ കടവഴി കയറി എല്ലാവരുമായിട്ട് പരിചയമാണ്. എല്ലാ ആൾക്കാരും ജനിച്ചു വളർന്നതല്ല. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അയർക്കുന്ന കാഴ്ചകളുടെ എപ്പിസോഡ് 1 നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും എപ്പിസോഡ് 2 ഉടൻ വരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കുസൃതി ചോദ്യങ്ങൾ, ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഈ സമ്മാനങ്ങൾ നൽകുന്നത് സിദ്ദീസ് ഗോൾഡിനാണ്. സിദ്ദീസ് ഗോൾഡിന് നമ്മൾ 1000 നന്ദി പറയുന്നു. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായിക്കോട്ടെ, എവിടെ കിട്ടുന്നതിലും ഏറ്റവും കൂടിയ വില നൽകി അതെടുക്കുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നം നിങ്ങളെ സഹായിക്കുന്നു. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി. പിന്നെ ഏകദേശം കുറഞ്ഞ കാലഘട്ടം കൊണ്ട്, എനിക്ക് തോന്നുന്നൊരു 12 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ജനലക്ഷങ്ങളുടെ വിശ്വസ്തത പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ സിദ്ദീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ യാത്ര തുടരുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.